നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ഭാവിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ സാൻഡോസിനൊപ്പം പരിക്കുണ്ടായിട്ടും അദ്ദേഹം കളിച്ച് ടീമിനെ റെലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെടുത്തി ബ്രസീലിയറോ സീരിയയിൽ 12ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യിച്ച് കോപ്പ സുഡാമേരിക്കാനൊക്കെ യോഗ്യതയും നേടിക്കൊടുത്തിരിക്കുകയാണ്. പക്ഷെ പരിക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അടുത്ത വേൾഡ് കപ്പ് ടീമിൽ നെയ്മർ ഉണ്ടാവുമോ? ബ്രസീലിൻ്റെ ദേശീയ ടീമിലേക്ക് മാർച്ച് മാസത്തിലെ കോളപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ? അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് വരുന്ന ആഴ്ചകളിൽ അവസാനിക്കുകയാണ്. സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് ഇനി യൂറോപ്പിലേക്ക് മടങ്ങിപ്പോകുമോ? ഏത് ക്ലബിലേക്കായിരിക്കും അദ്ദേഹം ചേക്കേറുക? അതല്ല ഇനി സാൻഡോസിൽ തന്നെ നിൽക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ വരുമ്പോൾ ഇന്നലത്തെ ക്രുസൈറോക്കെതിരെയുള്ള കളിക്ക് ശേഷം നെയ്മറുടെ കാര്യം മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. എന്താണ് ഇനി ഭാവി? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ? ഫബ്രീസിയോ അടക്കമുള്ളവർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണ് ഇനിയെന്ന്. ഇനി കുറച്ച് ദിവസങ്ങൾ എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതെല്ലാം ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഭാവിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കണം, തീരുമാനിക്കണം. പക്ഷേ ഉറപ്പായിട്ടും ഒരു കാര്യം പറയട്ടെ, എൻ്റെ പ്രയോറിറ്റി എല്ലായ്പ്പോഴും സാൻഡോസ് തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോയാൽ, സാൻഡോസിൽ തുടരുമോ? എനിക്കറിയില്ല. ഐ സീരിയസ്ലി ഡോണ്ട് നോ. ഞാൻ എന്തായാലും ഈ മത്സരങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക എന്നതാണ് ഉദ്ദേശിച്ചിരുന്നത്. ഈ മത്സരങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. ലീഗിൻ്റെ അവസാനത്തിന് വേണ്ടി കാത്തിരുന്നു. ഇനി എനിക്ക് റെസ്റ്റ് എടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചക്കെങ്കിലും എനിക്ക് റെസ്റ്റ് എടുക്കണം. എന്നിട്ടൊരു ട്രിപ്പിന് പോകണം. ഫുട്ബോളിനെ കുറിച്ചും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടൊന്ന് മറന്നുകൊണ്ട് എനിക്കൊന്ന് റിലാക്സ്ഡ് ആവണം. ദെൻ ഞാൻ ചിന്തിക്കും ഭാവി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. പക്ഷെ ഒബ്വിയസ്ലി എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും സാൻഡോസിനൊപ്പമാണ്. ഞാൻ സാൻഡോസിന് എപ്പോഴും 1ാം സ്ഥാനം കൊടുക്കും, ഫസ്റ്റ് പ്ലേസ് കൊടുക്കും. പക്ഷേ എന്തായിരിക്കും എല്ലാവർക്കും നല്ലത്, എനിക്കും ക്ലബിനും ഒക്കെ എന്താണ് നല്ലത് എന്നുള്ളത് നോക്കി നമുക്ക് തീരുമാനമെടുക്കാം എന്നാണ് നെയ്മർ പറയുന്നത്. അപ്പോൾ നെയ്മർ സാൻഡോസിൽ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്ലബ്ബ് അടുത്ത സീസണിലും സീരിയെ കളിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.